ശരിക്കും പേടിഎമ്മിൻ്റെ ഒരു എൻഡ് ഓഫ് സ്റ്റോറിയാണോ ഇത്? അല്ലെങ്കിൽ ഇതൊരു നല്ലൊരു അവസരമാണോ? ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു അവസരമാണോ? കാരണം പേടിഎമ്മിൻ്റെ സ്റ്റോക്ക് 77% ഓൾ ടൈം ഹൈയിൽ നിന്ന് 77% വീണിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വൺ ഡേയിൽ ഫാൾ എന്ന് പറഞ്ഞാൽ 20% ഫാൾ ആയിട്ടുണ്ട്. ആകെപ്പാടെ പലയിടത്തു നിന്ന് നമുക്ക് പേടിഎമ്മിനെ പറ്റി ഈ ന്യൂസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ പേടിഎമ്മിനെ പറ്റി നിലനിൽക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് വളരെ വ്യക്തമായിട്ട് എന്താണ് പേടിഎമ്മിൽ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പേടിഎമ്മിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ, അല്ലെങ്കിൽ RBI എന്തുകൊണ്ട് പേടിഎമ്മിൽ ഇടപെട്ടു, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പേടിഎമ്മിന്റെ ഇഷ്യൂ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എന്താണ് പേടിഎമ്മിൽ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഇതിനെ എങ്ങനെ നോക്കിക്കാണണം, കമ്പനിയുടെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേടിഎം എന്ന് പറഞ്ഞൊരു കമ്പനി, അതായത് ഇപ്പോൾ RBI റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് 197 അല്ലെങ്കിൽ പേടിഎം ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന കമ്പനി ആണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാലും ഈ ഒരു പാരന്റ് കമ്പനി, അതായത് 197 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു പാരന്റ് കമ്പനിയാണ് എവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് പേടിഎമ്മിന്റെ ബാക്കി 197 കമ്മ്യൂണിക്കേഷന്റെ സബ്സിഡറീസ് ആണ് ഈ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സും, അതുപോലെ തന്നെ പേടിഎമ്മിന്റെ അതർ സബ്സിഡറീസ് എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ 197 കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ 197 കമ്മ്യൂണിക്കേഷൻസ് ആണ്. അപ്പോൾ ഏത് കമ്പനിക്കാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നത് പോലെ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്, വളരെ സ്പെസിഫിക് ആയിട്ട് പേടിഎമ്മിനകത്ത് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ഈ ഒരു RBIയുടെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിലോട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളത് RBI പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അല്ലെങ്കിൽ 197, കാരണം 20% ഫാളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ ഈ ഒരു ഫാളിലും 20% ഫാൾ എൻ്റെ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇത്രയും താഴേക്ക് വീഴുന്നു. അപ്പോൾ 77% ഫാൾ വന്നിട്ട് പോലും മോർഗൻ സ്റ്റാൻലി, നമുക്ക് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫണ്ട് ഹൗസ് ആണ്. അപ്പോൾ ആ ഒരു മോർഗൻ സ്റ്റാൻലി അതിന്റെ 0.8% സ്റ്റേക്ക് വാങ്ങിയിട്ടുമുണ്ട്. പക്ഷെ നമ്മളെ ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ പേടിഎമ്മിന് അല്ലെങ്കിൽ കമ്പനി സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ. പക്ഷെ ഒരു വലിയൊരു ഫണ്ട് ഹൗസ് പോലുള്ള കമ്പനി 0% സ്റ്റേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാരൻ ബഫറ്റിന്റെ കമ്പനിയായിട്ടുള്ള ബെർസിത് ഹാത്വേ അവരുടെ 2.5% സ്റ്റേക്ക് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്, അതായത് ഈ ഫാള് നടക്കുന്നതിന് 2 മാസം മുമ്പ് വിറ്റൊഴിവാക്കിയ കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ 2 വലിയ ട്രാൻസാക്ഷൻസ് പേടിഎം സ്റ്റോക്സിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മേജർ ആയിട്ട് ഒരു പേടിഎം ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ പേടിഎം എങ്ങനെയാണ്, അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്, പേടിഎം ഈ ഒരു ഇത്രയും വലിയൊരു ഗ്രോത്തിലൂടെ എങ്ങനെ എത്തി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇഷ്യൂ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ആദ്യം തന്നെ പേടിഎം എന്ന് പറഞ്ഞൊരു കമ്പനി, അല്ലെങ്കിൽ 197 കമ്മ്യൂണിക്കേഷന്റെ കീഴിൽ വരുന്ന പേടിഎം എന്ന് പറഞ്ഞ സബ്സിഡറീസിലുള്ള കമ്പനി തുടങ്ങുന്നത് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2000 വിജയ് ശേഖർ ശർമ്മ എന്ന് പറഞ്ഞ ഒരു ഓൺട്രപ്രണർ 2000 പേടിഎം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അന്ന് 197 കമ്മ്യൂണിക്കേഷൻ ആയിട്ട് തന്നെയാണ് കമ്പനി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് പേടിഎമ്മിന്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UP അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സർവീസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് പേയ്മെന്റ് ബാങ്ക്സിന്റെയും അതുപോലെ തന്നെ ഒരു ഷോപ്പ്, മെയിൻലി അന്ന് പ്രീപെയ്ഡ് റീചാർജ് പ്ലാൻസുമായിട്ടായിരുന്നു പേടിഎം വന്നിട്ടുള്ളത്. അപ്പോൾ പേടിഎമ്മിന്റെ തുടക്കം ഇതാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. വെറും 8 ലക്ഷം രൂപ ക്യാപിറ്റലുമായിട്ടാണ് വിജയ് ശേഖർ ശർമ്മ പേടിഎമ്മിന്റെ ജേർണി, ഇത്രയും വലിയൊരു ഗ്രോത്തിലോട്ടുള്ള ജേർണി ആരംഭിക്കുന്നത്. അപ്പം അതും 8 lakhs ലോണിനാണ് പുള്ളി ഈ ഒരു കമ്പനി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അന്ന് 8 lakhs മുടക്കിയുള്ള കമ്പനി ഇന്ന് $1 billion കമ്പനി വാല്യൂഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2000 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പേടിഎമ്മിന്റെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പേടിഎം എന്ന് പറഞ്ഞ ഒരു ഫിൻടെക് കമ്പനി എന്ന ഒരു രീതിയിലേക്ക് എത്താനുള്ള വളരെ വലിയൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആ ഒരു ഓൺട്രപ്രണർ നൽകിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും വലിയൊരു ഗ്രോത്ത്, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്രോത്തിലൂടെ പേടിഎം വന്നിട്ടുള്ളത്. ഇപ്പൊ പേടിഎം 2021 IPO ആയിട്ട് വന്നായിരുന്നു. അന്ന് മാർക്കറ്റിൽ ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള IPO ആയിരുന്നു. ഈ അടുത്തിടെ കണ്ടിട്ടില്ലാത്ത തന്നെ ഏറ്റവും വലിയ വാല്യൂഷൻ ആയിരുന്നു. നമ്മൾ അടുത്തിടെ കണ്ടിട്ടുള്ളത് LIC ആയിരുന്നു, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് ആയിരുന്നു വളരെ വലിയൊരു വാല്യൂഷനിൽ വന്നിട്ടുള്ള IPO. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന IPO എന്ന് വേണമെങ്കിൽ നമുക്ക് പേടിഎമ്മിനെ വിശേഷിപ്പിക്കും. കാരണം ഹൈലി വാല്യൂഡ് ആയിരുന്നു. അതിന്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂഡ് ആണ്. അന്ന് അവർ ആസ്ക് ചെയ്യുന്ന ഷെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2000 മുകളിലോട്ടായിരുന്നു ആ ഒരു ഷെയറിന്റെ പ്രൈസ് അവർ ആസ്ക് ചെയ്തിട്ടുള്ളത്. അത് വളരെ വലിയൊരു ഹയർ വാല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് പേടിഎം ലിസ്റ്റ് ചെയ്ത സമയത്ത്
ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനുശേഷം വളരെ വലിയ രീതിയിൽ ഫാൾ, ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് തന്നെ പേടിഎം ഫാൾ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതായത് 2021 ലിസ്റ്റ് ചെയ്തു, അന്ന് തൊട്ട് ഇന്ന് വരെ പേടിഎം എന്താണ് ഒരു ഇൻവെസ്റ്റേഴ്സിന് ഒരു റിട്ടേൺ തന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പേടിഎം എന്ന് പറഞ്ഞാൽ ലോസ് മേക്കിംഗ് കമ്പനിയാണ്. ലോസ് മേക്കിംഗ് കമ്പനി അല്ലെങ്കിൽ പേടിഎം തുടങ്ങി വരുന്ന ഒരു ബിസിനസ് ആണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേടിഎം എന്ന് പറഞ്ഞ ഒരു ന്യൂ ഏജ് ബിസിനസ് ആണ്. ഇപ്പൊ ന്യൂ ഏജ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഫിൻടെക് കമ്പനി. ഇപ്പൊ ഫിൻടെക് കമ്പനി എന്താണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. ഫിൻടെക് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രഡീഷണൽ ബാങ്കിനെ എടുക്കുക, അതുപോലെ തന്നെ ഒരു മോഡേണൈസേഷൻ, നമ്മൾ ഇന്ന് ഡിജിറ്റലി വരുന്ന ഒരു ബാങ്കിനെ നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് ട്രഡീഷണൽ ബാങ്ക്സിൽ എന്താണ്, അവിടെ ഒരുപാട് പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്കൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ തന്നെ വളരെ വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു പോകും. ആ ഒരു സമയത്താണ് പേടിഎം എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ ഫിൻടെക് ഐഡിയയുമായിട്ട് വരുന്നത്. അല്ലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിൻടെക് കമ്പനി എന്ന് പറയാം. അല്ലെങ്കിൽ തുടക്കകാലങ്ങളിൽ തന്നെ പേടിഎം വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചത്. ഫിൻടെക് കമ്പനി ഇപ്പോൾ ഒരു ന്യൂ ഏജിലുള്ള ഒരു ബിസിനസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇനി വരാൻ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം, ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം ഒക്കെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഇനി ഫിൻടെക് കമ്പനീസിന്റെ കാലമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് പേടിഎം എന്ന് പറഞ്ഞ ഒരു ഫിൻടെക് കമ്പനിയാണ്. ഫിൻടെക് ആകുമ്പോൾ തന്നെ അതിന്റെ പല റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പല റൂൾസും നമുക്ക് RBIയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മാറ്റി. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഒരു ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം. RBI ബിൽഡ് ചെയ്തിരിക്കുന്നതിനെ ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്യാനുമാണ്. എന്നിരുന്നാലും ഈ ഒരു ന്യൂ ഏജ് കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബാങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ പലതും അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോഴത്തേക്കും പല നിയമങ്ങളും നമുക്ക് തിരുത്തി എഴുതാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പേടിഎം എന്ന് പറഞ്ഞൊരു ഫിൻടെക് കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് പേടിഎമ്മിന്റെ മെയിൻ ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ പേടിഎം ഫേമസ് ഫോർ, അല്ലെങ്കിൽ പേടിഎമ്മിന്റെ മെയിൻ റവന്യൂ മോഡൽ എന്ത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമുക്ക് ഷോപ്പുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു മെയിൻലി എല്ലാ ഷോപ്പുകളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഷോപ്പുകളിലും നമ്മൾ പേടിഎമ്മിന്റെ ഒരു QR കോഡ് സ്കാനർ കാണാറുണ്ടല്ലേ. ആ ഒരു സ്കാനറോടൊപ്പം തന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു വോയിസ് നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ നമുക്ക് പേടിഎമ്മിൽ ഇത്ര രൂപ ലഭിച്ചു എന്നൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും തന്നെ കേൾക്കാനും പറ്റും. അതൊരു വെൻഡേഴ്സ് അല്ലെങ്കിൽ ഷോപ്പ് ഓൺ ചെയ്യുന്ന ആരാണോ മെർച്ചന്റിന് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് ആണ് പേടിഎമ്മിന്റെ മെയിൻ ബിസിനസ്, അല്ലെങ്കിൽ 197 കമ്മ്യൂണിക്കേഷൻ കമ്പനിക്കകത്ത് നിൽക്കുന്ന മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞത്. അതായത് അവരുടെ പേടിഎം പേയ്മെന്റ് സിസ്റ്റം, വെൻഡേഴ്സിന്റെ ഇടയിലുള്ള പേയ്മെന്റ് സിസ്റ്റമാണ് പേടിഎം ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ പേടിഎമ്മിന്റെ മെയിൻ റവന്യൂ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60% എബോവ് ആണ് ഇവിടെ ഈ ഒരു മെർച്ചന്റിനുള്ള മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം വരുന്ന 40% അല്ലെങ്കിൽ അതിൽ താഴെയോ വരുന്ന മാർക്കറ്റ് ഷെയർ മാത്രമേ മറ്റുള്ള കമ്പനികൾക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓൾമോസ്റ്റ് 60% ഷെയറും അല്ലെങ്കിൽ 60% ഓഫ് റവന്യൂ മോഡലും പേടിഎമ്മിന്റെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൻഡേഴ്സ്, അതായത് വെൻഡേഴ്സിനുള്ള പേയ്മെന്റ് സിസ്റ്റം. അപ്പോൾ ആ പേയ്മെന്റ് സിസ്റ്റം കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു വോയിസ് റെക്കോർഡർ നമ്മൾ കേൾക്കുമ്പോൾ ഉള്ള ഒരു വോയിസിലെ ആ വോയിസ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെന്റൽ അല്ലെങ്കിൽ മെർച്ചന്റ് അവിടെ ഒരു മന്ത്ലി ഒരു റെന്റ് പേ ചെയ്തിട്ടായിരിക്കും ആ ഒരു വോയിസ് സിസ്റ്റം അല്ലെങ്കിൽ പേടിഎമ്മിന്റെ ആ സർവീസ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലൂടെ ആ ഒരു മെർച്ചന്റ് സർവീസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ മെർച്ചന്റ്സിന് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേടിഎം. ഇപ്പം പേടിഎം ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സ് ഇവിടെ റോളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേടിഎം ഇവിടെ ഒരു തേർഡ് പാർട്ടി മാത്രമായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അതായത് പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടുത്ത് നിന്നാണ് പേടിഎം ഈ ഒരു മെർച്ചന്റ്സിലോട്ട് ലോൺസ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് പേടിഎമ്മിന്റെ മെയിൻ ബിസിനസ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേടിഎമ്മിന്റെ ബിസിനസ് മോഡലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് പേടിഎമ്മിന്റെ ഇപ്പോൾ ഫിൻടെക് കമ്പനി എന്നുള്ള ഒരു പേര്, അല്ലെങ്കിൽ ആ ഒരു പേര് വരാനുള്ള, അല്ലെങ്കിൽ അതിപ്പോൾ ഒരു റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പേരാണ്. അത് പേടിഎം ഫ്യൂച്ചറിലോട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫിൻടെക്. അല്ലെങ്കിൽ ഇപ്പോൾ യൂസേഴ്സിനെ അധികമായിട്ട് ആഡ് ചെയ്തത് കൊണ്ട് നമ്മുടെ RBI അതിനെതിരെ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പേടിഎമ്മിന്റെ മെയിൻ ബിസിനസ് 60% ഒരു വെൻഡേഴ്സ് മോഡലാണ്. നമുക്കറിയാം തന്നെ പേടിഎം കരവ് എന്ന് പറഞ്ഞൊരു ടേം തന്നെ വളരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ പേയ്മെന്റ്സിലോട്ട് എത്തിക്കാനായിട്ട് പേടിഎമ്മിന്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പേടിഎമ്മിന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആണ്. അല്ല, ഇന്ത്യയിൽ നിന്ന് ടോപ്പ് മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി എന്ന് തന്നെ പറയേണ്ടി വരും പേടിഎം. ഇനി നമുക്ക് ഡയറക്ട്ലി നമ്മുടെ ഇഷ്യൂലോട്ട് വരാം. അതായത് RBI എന്തിനാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്? കാരണം ഈ ഒരു ഇഷ്യൂ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ March 11, 2022 അതായത് March 11, 2022 തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎമ്മിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടീസിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അന്ന് തന്നെ 2022 തന്നെ ഈ ഒരു പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിന്റെ ഇഷ്യൂ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സ്
അവരുടെ യൂസേഴ്സിനെ വളരെ ഒരു ഹൈ അല്ലെങ്കിൽ KYC ചെയ്യാതെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നോൺ കംപ്ലൈൻസ് ഓഫ് KYC എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ യൂസർ അക്വിസിഷൻ നടത്തി ഒരു നോൺ കംപ്ലൈൻസിലാണ് പേടിഎം ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് RBI 2022 തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു 5.4 crore ഫൈനും ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഇന്ന് ഫെബ്രുവരി 29 ശേഷം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ പേടിഎമ്മിനെ ബാധിക്കാനായിട്ട് പോകുന്നത്. അതായത് ഫെബ്രുവരി 29 ശേഷം ഈ പറയുന്ന ഗൈഡ് ലൈൻസ്. അതിൽ ഒന്നാമത്തെ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് അവർക്ക് ന്യൂ യൂസേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് എക്സിസ്റ്റിംഗ് യൂസർ ഇപ്പോൾ പേടിഎം സർവീസ് ഓൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ സർവീസ് ഓൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ന്യൂ യൂസേഴ്സ്, പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സ്, ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ എന്തൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, ഡെപ്പോസിറ്റ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ UPI ട്രാൻസാക്ഷൻ, അത് ബാങ്കിങ് സിസ്റ്റം നിലച്ചത് കൊണ്ട് തന്നെ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സിനെ നേരിട്ട് അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ UPI ട്രാൻസാക്ഷൻ നടക്കില്ല. പക്ഷേ UPI ട്രാൻസാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പേടിഎം എന്ന് പറഞ്ഞ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് ആക്ട് ചെയ്തത്. അതായത് നമുക്കൊരു ബാങ്കുമായിട്ട് നമുക്ക് പേടിഎമ്മിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് UPI ട്രാൻസാക്ഷനും നമുക്ക് ഫെബ്രുവരി 29 ശേഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി നിങ്ങൾ ഒരു വേറൊരു പേയ്മെന്റ് ബാങ്ക്സ്, അല്ലെങ്കിൽ ഇനി വേറൊരു പേയ്മെന്റ് ബാങ്ക്സ് ആണ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേടിഎം അല്ലാതെയുള്ള ബാങ്കാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPI സേവനങ്ങൾ തുടർന്നും ഉപയോഗിക്കാനായിട്ട് പറ്റും ഫെബ്രുവരി 29 ശേഷം. അപ്പോൾ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് ഇത് തന്നെയാണ്. അതായത് RBI പുതിയ യൂസേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരു UPI പേയ്മെന്റ്സ് ബാങ്ക്സിന്റെ അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ്സ് ബാങ്ക്സിന് വളരെ ഒരു റെസ്ട്രിക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഒരു ട്രാൻസാക്ഷനും അല്ലെങ്കിൽ പേയ്മെന്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ട്രാൻസാക്ഷനും, ഒട്ടുമിക്ക ട്രാൻസാക്ഷനും അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് RBI. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു പേയ്മെന്റ്സ് ബാങ്ക്സിനെ മാത്രമേ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ RBI ഇപ്പോൾ അഫക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതാണ് മെയിൻ പോയിന്റ്സ്. അതായത് പേടിഎമ്മിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് പേടിഎം അല്ലെങ്കിൽ 197 കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒരു കമ്പനിയാണ്, നമ്മുടെ 197 കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു കമ്പനിയാണ് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്സ്. അപ്പൊ അതിനെതിരെയാണ് RBI റെസ്ട്രിക്ഷൻസ് ഉയർത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വക പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് പേടിഎം വളരെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേടിഎം ഒരു ഫിൻടെക് കമ്പനിയാണ്, അതുപോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയും കൂടിയാണ്. അതുപോലെ തന്നെ അത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫിൻടെക് കമ്പനി മോഡൽ, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സിസ്റ്റം, ഒരു ഫ്യൂച്ചർ ബാങ്കിങ് സിസ്റ്റത്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിലോട്ടാണ് കമ്പനി പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ RBI റെസ്ട്രിക്ഷൻസ് ഉന്നയിച്ചത് കൊണ്ട് തന്നെ RBI മെയിൻലി ഇത്രയും നാളും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്രഡീഷണൽ ബാങ്കിങ് അപ്രോച്ചിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു മാറ്റം, ഒരു ഫിൻടെക് കമ്പനീസിലോട്ടൊക്കെ മാറ്റം വരുമ്പോഴത്തേക്ക് നമുക്ക് പല പോളിസീസും നമുക്ക് ഒരു ഫ്യൂച്ചറിലോട്ട് നമുക്ക് RBI ചിലപ്പോൾ ചേഞ്ച് വരുത്തിയേക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പക്ഷേ പേടിഎമ്മിനെതിരായുള്ള മെയിൻ ആരോപണം എന്ന് പറയുന്നത് തന്നെ അവര് കംപ്ലൈൻസ് KYC അധികമായിട്ട് അവര് യൂസേഴ്സിനെ ആഡ് ചെയ്തു, പക്ഷെ KYC കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് ആണ് പേടിഎം പാലിക്കാത്തത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പേടിഎമ്മിന്റെ 60% ഓഫ് റവന്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിഎം മെർച്ചൻസിലൂടെയാണ്. അതല്ലെങ്കിൽ മെർച്ചൻസിന്റെ പേയ്മെന്റ് സിസ്റ്റം, പേടിഎം പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നാണ് 60% ഓഫ് റവന്യൂ പേടിഎമ്മിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പേടിഎം നല്ല കമ്പനി, അല്ലെങ്കിൽ പേടിഎമ്മിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം എന്നല്ല. ഈ വക കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് പേടിഎമ്മിൽ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂ ഇതാണ്, അതുപോലെ തന്നെ റവന്യൂ മോഡൽ ഇതാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ പേടിഎം അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് ഗ്രോത്തിലോട്ട് എത്തിക്കുമോ, അല്ലെങ്കിൽ ഇതൊരു പേടിഎമ്മിന്റെ അവസാനമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു വിലയിരുത്തൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ടെക്നിക്കലി നമ്മൾ ചാർട്ടിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബീറിഷ് ആണ്. ഇപ്പോൾ ടെക്നിക്കലി ചാർട്ട് തന്നെ വളരെ ബീറിഷ് ആയിട്ടുള്ള ചാർട്ടാണ്, അല്ലെങ്കിൽ വളരെ ഇപ്പോൾ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു ബീറിഷ് മോഡിൽ തന്നെയാണ് പേടിഎം ട്രേഡ് ചെയ്യുന്നത്. ഞാനൊരു പേടിഎം എപ്പോഴെങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ചാർട്ടിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കമ്പനി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ സമീപിക്കുക. അപ്പോൾ എല്ലാവർക്കും തന്നെ പേടിഎമ്മിന്റെ ഇഷ്യൂ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.